സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുകയാണ്. ശ്രീ MT രമേശ്, ഇവിടെ ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഈ രൂപത്തിൽ വരികയാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ മനുഷ്യാവകാശവും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമൊക്കെ ബന്ധപ്പെട്ട ചില മൗലികമായ ചോദ്യങ്ങളും ഉയരുകയാണ് ഈ സന്ദർഭത്തിൽ. ഇപ്പോൾ മനോഹർ പരീക്കറിനെ കാണാൻ കഴിഞ്ഞ ദിവസം ശ്രമിച്ചു. ഈ രാമകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ചില സുഹൃത്തുക്കളും ചേർന്ന് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കുകയും ചെയ്തു മന്ത്രിക്ക് കൊടുക്കാൻ. അതിന് കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ആഗ്രഹിച്ച് കാണാൻ പോകുമ്പോൾ ഉദ്യോഗസ്ഥർ തടയുകയാണ്. പ്രതിരോധ മന്ത്രിക്ക് കാണാൻ അവസരമുണ്ടാകുന്നില്ല, പ്രതിരോധ മന്ത്രി കാണാൻ തയ്യാറാകുന്നില്ല. അറിഞ്ഞില്ലയോ എന്നത് അവിടെ നിൽക്കട്ടെ. ഇവിടെ അങ്ങനെയല്ല, മറ്റൊരു സാഹചര്യം ഉണ്ടാകുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണാൻ ഉത്തരവാദപ്പെട്ടവർ അങ്ങോട്ട് പോവുകയാണ്, റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്ക്. പക്ഷേ അവിടെ തടയപ്പെടുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഉപമുഖ്യമന്ത്രി തടയപ്പെടുകയാണ്. ഒരു MP-യും ഒരു പാർട്ടിയുടെ ദേശീയ ഉപാധ്യക്ഷനുമായ വ്യക്തി തടയപ്പെടുകയാണ്, അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ട്? എനിക്കതിനോട് യോജിപ്പൊന്നുമില്ല. കാരണം രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഈ കാര്യത്തിൽ രാഷ്ട്രീയമായിട്ട് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് രാഹുൽ ഗാന്ധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ട് തന്നെയാണ് നേരിടേണ്ടത്. രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടി സാധിക്കും. കാരണം രാഹുൽ ഗാന്ധിയുടെ ഇൻറ്റഗ്രിറ്റി, ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഇൻറ്റഗ്രിറ്റി എത്രയുണ്ട് എന്ന് വിമുക്ത ഭടന്മാർക്കറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഡൽഹി പോലീസ് കാണിച്ചതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. മാത്രമല്ല, രമേശ്, സൗകര്യപൂർവ്വം നിങ്ങൾ ഡൽഹി പോലീസിന്റെ അധികാരത്തെ ഏറ്റെടുക്കുകയോ കൈയൊഴിയുകയോ ചെയ്തുകൊണ്ടിരിക്കരുത്. ആരുടെ അധീനതയിലല്ല ഡൽഹി പോലീസ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയമായി നല്ല വ്യക്തതയുണ്ട്. അത് CRന്റെ പാർട്ടിക്കാരുടെ അധികാരത്തിലിരിക്കുന്ന ഭരണ സംവിധാനത്തിന്റെ കീഴിലല്ല എന്ന്. പിന്നെ ആരുടെ കീഴിലാണ് സാർ? ഈ മീണ എന്നൊരാൾ സ്വമേധയാ അങ്ങ് പ്രവർത്തിക്കുമോ? അല്ല, ഞാൻ BJPക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല എന്നല്ലല്ലോ പറഞ്ഞത് വേണു. ഞാൻ പറഞ്ഞത് ഡൽഹി പോലീസ് കാണിച്ചതിനോട്, ഡൽഹി പോലീസ് രാഹുൽ ഗാന്ധിയെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തടഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധിയെ തടയുന്നത് എന്നൊക്കെ ബാലിശമായിട്ടുള്ള വാദങ്ങളാണ്. അത് ഡൽഹി രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇങ്ങനത്തെ എല്ലാ സന്ദർഭത്തിലും എല്ലാ നേതാക്കന്മാരും ആശുപത്രിയിൽ പോവുകയും കാണുകയും ചെയ്തിട്ടുള്ളതൊക്കെ തന്നെയാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. ഡൽഹി പോലീസ് ഈ കാര്യത്തിൽ കാണിച്ചത് അങ്ങേയറ്റത്തെ രാഷ്ട്രീയമായിട്ടും ഒരു വലിയ തെറ്റ് തന്നെയാണ്. ആ കാര്യത്തിൽ പ്രശ്നമില്ല. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കും ഞാൻ ചോദിക്കട്ടെ, അത്യാവശ്യം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരാണല്ലോ BJP. രാഹുൽ ഗാന്ധിക്ക് ഒരു വടി ഞങ്ങളായിട്ട് ഇട്ട് കൊടുക്കുമോ? സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാവില്ല. അല്ലെങ്കിൽ എന്തിന് ആഭ്യന്തരമന്ത്രി പറയുന്നു പോലീസ് ചെയ്യുന്നത് പോലീസിന്റെ പണി, എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാകുന്നെങ്കിൽ അവരവരുടെ കർത്തവ്യം ചെയ്യുന്നു എന്ന്? അല്ല, പോലീസിന്റെ നടപടിയെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പോകുന്നല്ലേ ഉള്ളൂ. അല്ലാതെ ഒരു ഗവൺമെന്റ് ഉടനെ തന്നെ പോലീസിനെ തള്ളി പറയുകയല്ല. എനിക്ക് തള്ളി പറയാൻ പറ്റും, പക്ഷേ ആഭ്യന്തരമന്ത്രിക്ക് പോലീസിനെ തള്ളി പറയാൻ പറ്റില്ല. ഒരു ഭരണകൂടം മാത്രം ഇന്ത്യയിൽ പ്രവർത്തിച്ചാൽ പോരാ MT രമേശ്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്, ഒരു സ്റ്റേറ്റുകളുടെ ഏകോപിത സംവിധാനമാണ്. രാഷ്ട്രമെന്ന നിലയിൽ നാം വിഭാവനം ചെയ്തിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെ അങ്ങനെയാണല്ലോ പറയുന്നത്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണല്ലോ. അതിലൊരു സ്റ്റേറ്റ് ആണല്ലോ സാർ ഈ ഡൽഹിയും. അവിടെയും ഒരു മന്ത്രിസഭ ചേരണ്ടേ? ഇന്ന് ആ മന്ത്രിസഭാ യോഗം ചേരേണ്ടിടത്ത് ഉണ്ടാകേണ്ടിയിരുന്ന ഉപമുഖ്യമന്ത്രിയാണ് നിങ്ങൾ പിടിച്ചകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ്, ഈ കേന്ദ്ര സർക്കാർ മാത്രം പ്രവർത്തിച്ചാൽ മതിയോ സാർ? അല്ല, ആ പറയുന്നതിലൊന്നും അർത്ഥമില്ല വേണു. മന്ത്രിസഭാ യോഗം തടയാൻ വേണ്ടിയിട്ടാണോ മന്ത്രി അറസ്റ്റ് ചെയ്തത്? അല്ല, അതുകൊണ്ടാണ് കേജ്രിവാൾ പറഞ്ഞത് ഇന്ന് മന്ത്രിസഭാ യോഗം ഇതൊക്കെ കേൾക്കുന്ന ആൾക്ക് കൃത്യമായി പറയും, ഇതൊക്കെ ബാലിശമായ വാദങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഡൽഹി ഉപമുഖ്യമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും തടയാൻ പുറപ്പെട്ടത് രാഷ്ട്രീയമായിട്ടുള്ള അബദ്ധമാണ് എന്ന് കൃത്യമായിട്ട് അറിയുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഒരവസരം, കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള ഒരു അവസരം ഞങ്ങളായിട്ട് രാഹുൽ ഗാന്ധി കൊടുക്കില്ല. വേണു, ശ്രീ ടോം വടക്കനിലേക്ക് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീ രമേശ് പറയുകയായിരുന്നു പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കളിക്കരുതായിരുന്നു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങളെല്ലാം ഇത്ര കൃത്യമായി പഠിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹം നിയാമക ശക്തിയായിരുന്ന കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ ഭരണകാലമുണ്ടല്ലോ, അതിൽ കാര്യക്ഷമമായി ഇടപെടണമായിരുന്നു എന്ന്. അതിനുള്ള മറുപടി ആദ്യം സാർ. ഇന്ത്യൻ ആർമിയെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്ന ആദ്യത്തെ പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യൻ ആർമിയോട് വാഗ്ദാനങ്ങൾ ചെയ്യുകയാണ്. പ്രൈം മിനിസ്റ്റർ ആവണേക്കാളും മുമ്പ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞതാ. സ്റ്റേറ്റ്മെന്റ് എവിടെയാ? ഇവിടെ ഏഷ്യാഡ് വില്ലേജിലെ ഓഡിറ്റോറിയത്തിൽ. എന്താ പറഞ്ഞേ? ബിസിനസ്മെൻ ഡീൽ വിത്ത് റിസ്ക് ഫാർ ബെറ്റർ ദെൻ അവർ സോൾജേഴ്സ്. എന്താ പറഞ്ഞ്? മലയാളത്തിൽ തർജ്ജമ ചെയ്താൽ വ്യാപാരികൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ആർമിക്കാരെക്കാളും. ഇതാണ് മൈൻഡ് സെറ്റ്. ഇന്ന് ഇഷ്യൂ മരിച്ചുപോയി, സ്യൂസൈഡ് കമ്മിറ്റ് ചെയ്തു. ലേഡി ഹാർഡിംഗ് ഹോസ്പിറ്റൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പോയിരിക്കുകയാണ്.
ചീഫ് മിനിസ്റ്റർ പുറത്ത് കാത്തിരിക്കുന്നു. ഒന്ന്, അവരുടെ ഫാമിലി മെമ്പേഴ്സിന് എന്ത് ചെയ്യുന്നു? അടിക്കുന്നു കാർ പാർക്കിങ്ങിൽ വെച്ച്. ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഡൽഹി പോലീസ്, അരവിന്ദ് കെജ്രിവാൾ അല്ല. പോലീസ് അടിക്കുന്നു. സ്റ്റേറ്റ്മെന്റ് ഓഡിയോ വിഷ്വൽ പ്രസന്റേഷൻ ആണ് സകല ചാനലും കാണിക്കുന്നത്. ആ ഫാമിലി മെമ്പേഴ്സിന്റെ അച്ഛനെ അടിച്ചു, മകനെ അടിച്ചു. ഇതുവരെ നമ്മൾ ഇപ്പൊ സംസാരിക്കുന്ന സമയം വരെ ഈ ഫാമിലി എവിടെയാണെന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ CR നീലകണ്ഠൻ, ഇത് രാഷ്ട്രീയം കളിക്കുന്നതിന്റെ ഭാഗമായി സംഭവിച്ചതാണോ? പോലീസ് സ്വമേധയാ തന്നെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന നിലയിൽ ഇടപെട്ടു, ആ ഇടപെട്ടതൊരു അബദ്ധമായിരിക്കുന്നു, പക്ഷേ അത്തരമൊരു രാഷ്ട്രീയ അബദ്ധം BJP ആയി ഉണ്ടാക്കില്ല എന്നാണ് ശ്രീ MT രമേശ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആരാണ് ഇത്തരമൊരു നാടകം അവിടെ ഉണ്ടാക്കുന്നത്? അല്ല, ഡൽഹി പോലീസിനെ കുറിച്ച് ഇപ്പം എനിക്കൊന്നും പറയാനില്ല. കാരണം എത്ര കള്ളക്കേസ് എടുക്കാമെന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഇപ്പോൾ ആ ഒരു കൊച്ചു മന്ത്രിസഭയ്ക്കെതിരെ എത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഡൽഹി പോലീസ് യാതൊരു ഒരു സെൻസും ഇല്ലാതെ പെരുമാറുന്നതും BJP പറയുന്നത് ലെഫ്റ്റനന്റ് ഗവർണർ അല്ലെങ്കിൽ ഗവർണറോട് BJP പറയുന്നത് കേന്ദ്ര സർക്കാർ പറയുന്നത് അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു പോലീസാണെന്നുള്ളതിന് ആയിരക്കണക്കിന് ഉദാഹരണം ഇന്ത്യയിലുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇപ്പം ഇത് ആഭ്യന്തരമന്ത്രി അറിയാതെ ചെയ്യുന്നതല്ല, ഇവരങ്ങ് പോകാതിരുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുന്നതാണ്. അവിടെ തന്നെ ഇപ്പോൾ ഡൽഹി ഗവൺമെൻറ്റിനോട് എടുക്കുന്ന സമീപനമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ പ്രധാന പ്രശ്നം അതല്ല. നേരത്തെ രമേശ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ ആളുകൾ കുറേ പേർക്ക് കൊടുത്തു, കുറച്ച് കൊടുത്തു. ഇവിടെ പ്രശ്നം അതല്ല. കുറേ ആളുകൾ ഇതിന്ന് പുറത്താകുന്നു എന്ന ഭയമുണ്ട്. എന്താ രമേശ് ആ പോയിന്റ് പറയാത്തെ? ഈ പെൻഷനിൽ നിന്ന് പുറത്താകുന്ന ആളുകളുണ്ട്. അവിടെയാണ് നോംസിൻ്റെ വിഷയം വരുന്നത്. കുറേ ആളുകൾക്ക് കിട്ടില്ല, കുറേ ആളുകൾക്ക് ഒരു ഗുണവുമില്ല. അതാണ് പ്രശ്നം. അങ്ങനെയുള്ള ആളുകളാണ് ഈ സമരം ചെയ്യുന്നത്. ഇത് സംഘടന വേണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്നറിയോ? സംഘടന വേണമെന്ന് ഒരിക്കൽ പറഞ്ഞു, സംഘടന അല്ലാത്ത ആളുകൾ വേണമെന്ന് ഡൽഹി ഹൈക്കോടതിയിൽ പോയി പറഞ്ഞു. സമയം കൊടുത്തില്ല, സംഘടനകൾക്ക് മാത്രം സമയം കൊടുത്തു. ഇൻഡിവിജ്വലായ വിഷയങ്ങളുണ്ട്, സംഘടനകൾ പ്രതിനിധീകരിക്കാത്ത ആളുകളുണ്ട്. ഹൈക്കോടതി അത് സമ്മതിച്ചു. അതും കഴിഞ്ഞ് ഇപ്പോൾ സംഭവിച്ചെന്താ? ഒഴിവാക്കപ്പെടുന്ന ആളുകൾ, ഈ രാമകൃഷ്ണ ഗ്രവാൾ എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പെൻഷനിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ആളാണ്. 1 റാങ്ക് പെൻഷൻ്റെ നേട്ടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. അത് മാറ്റണം. ആ പോളിസി മാറ്റാനാ പോയത്. അല്ല, ഇദ്ദേഹം പറഞ്ഞ 4 ഗഡുവായിട്ട് പെൻഷൻ കൊടുത്തു. ആദ്യത്തെ ഗഡു കിട്ടിയെങ്കിൽ ഇതിന്റെ 3 ഇരട്ടി ഇനി കിട്ടുമെന്ന് പറഞ്ഞാൽ ആരും ആത്മഹത്യയില്ല. ഇയാൾക്ക് പെൻഷനേ കിട്ടില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ആ വിഷയത്തിന്റെ വസ്തുതയിലേക്കാണ് ഒരിക്കൽ കൂടി CR നീലകണ്ഠൻ വരുന്നത്. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അങ്ങയുടെ വിശദീകരണത്തിൽ നിന്ന്. രാംകിഷൻ ഗ്രേവാൾ അവ്യക്തത കൊണ്ടല്ല ആത്മഹത്യ ചെയ്തത്, വ്യക്തത വരുത്തിക്കൊണ്ടാണ് മറ്റു പോംവഴികളില്ലാതെ ആത്മഹത്യ ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞാൻ എത്താം. അതിനു മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഒരു കാര്യം കൂടി. എന്തുകൊണ്ടൊരു മുഖ്യമന്ത്രിക്ക് ഈ വീരജവാന്റെ കുടുംബാംഗങ്ങളെ കാണാൻ കഴിയാതെ യാത്ര തടസ്സപ്പെടുന്നു? എന്തുകൊണ്ടൊരു ഉപമുഖ്യമന്ത്രി അകത്ത് കിടക്കേണ്ടി വരുന്നു? എന്തുകൊണ്ടൊരു പാർട്ടിയുടെ MP-യും ദേശീയ അധ്യക്ഷനും അകത്ത് കിടക്കേണ്ടി വരുന്നു? എന്തുകൊണ്ടൊരു മീണയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെയായി പിടിച്ചകത്തിടാൻ പറ്റുന്നു? ഇനി അതിലുപരി ഈ കുടുംബത്തിൻ്റെ ഇനി അത്താണിയായി അവർ കാണുന്ന മകൻ ജസ്വന്ത് ഗ്രേവാളിനെയും മർദ്ദിക്കുന്നു, അകത്തിടുന്നു. അച്ഛനെയും മർദ്ദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അത് രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതൊരു മീണ മാത്രം ഉണ്ടാക്കുന്ന അബദ്ധമാണോ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ? അല്ല, ഇവിടെ ശ്രീ രമേശ് പോലും അതിനെ അപലപിച്ചു, അല്ലെങ്കിൽ അതിനെ ന്യായീകരിച്ചില്ല. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. നമ്മൾ ആത്മഹത്യയെ മഹത്വവൽക്കരിക്കുന്നില്ല, ആത്മഹത്യയെ മാതൃകയാക്കണം എന്നും പറയുന്നില്ല. ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ അറബ് വസന്തത്തിൻ്റെ മുന്നോടിയായുള്ള മുല്ലപ്പൂ വിപ്ലവം, അതിൻ്റെ തുടക്കം തെരുവിൽ ഒരു സാധു മനുഷ്യൻ്റെ ആത്മഹത്യയിൽ നിന്നായിരുന്നു. അപ്പോൾ ഒരു ആത്മഹത്യ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ ഒരു ആത്മഹത്യ നടന്നു. അതിൽ ആ മരണത്തിൽ ദുഃഖിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ കുടുംബാംഗങ്ങളോടുള്ള പെരുമാറ്റം അവിടെ സാന്ത്വനവുമായി എത്തിയ, അതിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടെന്നിരിക്കട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഡൽഹിയിലെ ഒരു ഉപമുഖ്യമന്ത്രിയെ എത്ര ലാഘവത്തോടെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കസ്റ്റഡിയിൽ വയ്ക്കുന്നത്? രാഹുൽ ഗാന്ധി അതിലെ ദേശീയ പാർട്ടിയുടെ ഉപാധ്യക്ഷനാണ്, MP-യാണ്, തടയുന്നു, മുഖ്യമന്ത്രിയെ തടയുന്നു. ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസിനെ എപ്രകാരം രാജ്നാഥ് സിംഗിനോ അല്ലെങ്കിൽ BJPക്കോ ന്യായീകരിക്കാൻ കഴിയും? ഡൽഹി പോലീസ് എന്ന ചില സന്ദർഭങ്ങളിൽ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഡൽഹി പോലീസിൻ്റെ പ്രവർത്തനം ഇങ്ങനെയാണെങ്കിൽ ആ പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്നതിന്, ഡൽഹി പോലീസിനെ നവീകരിക്കുന്നതിന്, ജനാധിപത്യവൽക്കരിക്കുന്നതിന് ഉള്ള ഉത്തരവാദിത്വം കൂടി കേന്ദ്ര ആഭ്യന്തര വകുപ്പിനുണ്ട്.
ശരി, ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകാൻ, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.